ഫേക്ക് നെയിൽസ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കുന്നതെന്ന് കണ്ടാലോ? ഫസ്റ്റ് വൈപ്സ് എടുത്തിട്ട് നെയിൽ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഞാനിവിടെ രാസലിൻ്റെ വൈപ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ക്യൂട്ടിക്കിൾസ് പുഷ് ചെയ്യുന്ന ഈ ഒരു സാധനം ഉണ്ട്. ഇത് നോർമലി നെയിൽസ് മേടിക്കുമ്പോൾ അതിന് കൂടെ തന്നെ കിട്ടാറുണ്ട്. ഇല്ലെങ്കിൽ ഫേക്ക് നെയിൽസ് ഉണ്ടല്ലോ, അതെടുത്തിട്ടായാലും ഈ ക്യൂട്ടിക്കിൾസ് ബാക്കിലോട്ട് പുഷ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സുഡിയോന്ന് വാങ്ങിയിട്ടുള്ള നെയിലും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മീഷോന്ന് വാങ്ങിയിട്ടുള്ള നെയിൽസും ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു നെയിലാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നെയിലായത്. ഞാൻ ഫസ്റ്റ് നെയിൽ ഒട്ടിക്കുക ഇങ്ങനെ ഫേക്ക് നെയിൽസ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു നെയിൽസിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഈ ഒരു സ്റ്റിക്കേഴ്സാണ്, ഗം സ്റ്റിക്കേഴ്സ്. ഇത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇത് പെട്ടെന്ന് ഇളകി വരും. പിന്നെ ഞാൻ മീശോന്ന് ഈ ഒരു ഗം വാങ്ങി. ഇതൊരു 94 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ലപോലെ നെയിൽ ഒട്ടിയിരിക്കുകയും ചെയ്യും. ആ നെയിൽ സെറ്റിൽ നിന്ന് നമ്മൾ നെയിൽസ് എടുത്തിട്ട് നമ്മുടെ നെയിലിൽ വെച്ച് നോക്കണം ഏതാണ് പെർഫെക്റ്റ് മാച്ച് ആയിട്ട്. പല സൈസ് ഉണ്ടാവും. അത് നോക്കി എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഗ്ലൂ എടുത്തിട്ട് നമ്മുടെ നെയിലിൽ അപ്ലൈ ചെയ്യണം. കുറച്ചെടുത്താൽ മതി, ഇത്തിരി എടുത്താൽ മതി. നല്ലപോലെ അത് സ്റ്റിക്ക് ആയിക്കോളും. എന്നിട്ട് നെയിൽ എടുത്തിട്ട് നമ്മൾ ഈ ഗമ്മ് തേച്ച നെയിലിനകത്ത് വെച്ച് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. നല്ലപോലെ സ്റ്റിക്കായി. അതേ കണക്ക് തന്നെ എല്ലാ നെയിലും നമുക്ക് ഒട്ടിക്കാവേ. കാണാൻ പറ്റുന്നുണ്ടോ? തേക്കുന്നു. ഞാൻ ഈ ഒരു നെയിലെടുക്കുന്നു, ഇതിൽ വെക്കുന്നു, പ്രസ് ചെയ്ത് പിടിക്കുന്നു. പെർഫെക്റ്റ്. കണ്ടോ? നമ്മളെല്ലാ നെയിൽസും ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഭയങ്കര സ്ട്രോങ് ആണ്. കണ്ടോ? നെയിൽസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോം വാട്ടറിൽ കുറച്ച് നേരം ഈ നെയിൽസ് ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഇളകി വരും. അപ്പോൾ നിങ്ങൾ ഇളക്കി കളഞ്ഞാൽ മതി. നെയിൽസിൻ്റെയും ഗ്ലൂവിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ചെക്ക് ചെയ്തോളൂ. ബൈ.